രാഷ്ട്രസേവിക സമിതി കോഴിക്കോട് റവന്യൂ ജില്ലയുടെ ഈ വർഷത്തെ പ്രാഥമിക ശിക്ഷണ ശിബിരത്തിന് സമാപനമായി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി 35 സേവികമാർ ശിക്ഷാർത്ഥികളായി ശിബിരത്തിൽ പങ്കെടുത്തു. 23-ന് ആരംഭിച്ച ശിബിരം ഇന്നലെയാണ് സമാപിച്ചത്. കോട്ടുളി സരസ്വതി വിദ്യാമന്ദിരത്തിലാണ് 5 ദിവസം നീണ്ടുനിന്ന രാഷ്ട്രസേവിക സമിതി കോഴിക്കോട് റവന്യൂ ജില്ലയുടെ പ്രാഥമിക ശിക്ഷൺ ശിബിരം നടന്നത്. വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്ര നിർമ്മാണം എന്ന ആദർശത്തെ പിന്തുടർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ആദർശം സ്വീകരിക്കുന്ന സംഘടനയാണ് രാഷ്ട്രസേവിക സമിതി. ഈ 5 ദിവസങ്ങൾ വരുംകാല ജീവിതത്തിലേക്ക് മാർഗദർശനമേകുമെന്നും കോഴിക്കോട് വിഭാഗ് പ്രചാർ പ്രമുഖ ടി സുധീഷ് പറഞ്ഞു. നമ്മുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ആ കഴിവുകൾ വർദ്ധിപ്പിക്കുകയും ആ കഴിവുകൾ എന്താണെന്ന് ആദ്യം തിരിച്ചറിയുകയും വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വത്തെ വിപുലീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ കാലഘട്ടം, ഈ ദിവസങ്ങൾ വരുംകാല ജീവിതത്തിലേക്ക് മാർഗദർശനമേകുന്ന തരത്തിലായിരിക്കും എന്നതിന് സംശയമൊന്നുമില്ല. സേവാഭാരതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് നിഷി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോഴിക്കോട് വിഭാഗ് പ്രചാർ പ്രമുഖ ടി സുധീഷ് പ്രഭാഷണം നടത്തി. രാഷ്ട്രസേവിക സമിതി പ്രാന്ത കാര്യവാഹിക ഡോക്ടർ ആര്യദേവി ചടങ്ങിൽ പങ്കെടുത്തു. ജനം കോഴിക്കോട്.